മുതലാളി ഒന്നടിച്ചേ. എന്താടാ ഓടിച്ച നീ മരുന്ന് മേടിച്ചുണ്ടോ? ഇവിടെ ഉള്ള മരുന്ന് കൊടുത്താൽ മതി, 1/2 സ്പൂൺ വെച്ച്. ഓക്സിജൻ തീർന്നു, ഓക്സിജൻ മേടിച്ചു കൊടുക്കണം. ഒരു കുറ്റി ഇപ്പോഴല്ലേ കൊടുത്തു, അതിന് മുമ്പ് കുടിച്ചെടുത്താ. ആ ജനലിൽ തുറന്നിടണം. ഇവിടെയൊക്കെ കണ്ടവാൻ ഓക്സിജൻ ഉണ്ട്, വലിച്ചു കയറ്റട്ടെ. ആർത്തിപ്പെട്ട എന്നെ ചവിട്ടിട്ട് നീ കരയുന്നതാ ജോണ്ടി. എന്നെ എന്താടോ ഇത്? ഒന്ന് പതുക്കെ വന്നൂടെ? സ്ലോ മോഷനിൽ വീഴാൻ എനിക്ക് അറിയില്ല സിസ്റ്ററെ. അയ്യോ, എന്ത് പറ്റും മുതലാളി? എന്തെങ്കിലുമൊക്കെ പറ്റുന്ന ലക്ഷണമുണ്ട്. ഈ പണ്ടാരത്തിനെ കടലിൽ നിന്ന് കൊണ്ടുവന്നവര് കിട്ടുകയല്ലേ? ഈ കിട്ടിയതൊന്നുമല്ല, ശരിക്കുള്ളത് കിട്ടാൻ പോണേ ഉള്ളു. എന്താടാ ഈ കിടക്കണത് ആരാണെന്ന മുതലാളിയുടെ വിചാരം? ലക്ഷപ്രഭുവാണ്, ലക്ഷപ്രഭു. പിന്നെ ലക്ഷപ്രഭു കടലിലല്ലേ കിടക്കുന്നത്? കിടക്കും, ചില ലക്ഷപ്രഭുക്കൾ കടലിലും കിടക്കും. വിശ്വാസം ഇല്ലെങ്കിൽ ഇതെന്താണെന്നൊന്ന് നോക്കിയേ. ഇതെന്താണെന്ന് അറിയാമോ? ഇത് കല്ലാസ്. കല്ലാസല്ല, കള്ളാസ്. അവന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാ. അവന് കിട്ടാനുള്ള തുകയുടെ ലിസ്റ്റാണിത്. ലക്ഷങ്ങൾ വരും, ലക്ഷങ്ങൾ. ഇവന്റെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ ഇവൻ ചിക്കിലുള്ള വീട്ടിലെ പയ്യനാണെന്ന്. ഇവനെ രക്ഷപ്പെടുത്തിയ വകയിൽ ഒരു 5 ലക്ഷം രൂപ നമുക്ക് വാങ്ങിച്ചെടുത്തൂടെ? ആരോട് മേടിക്കും? അവന്റെ ഡാഡിയുടെ ഇന്ന്. തന്നില്ലെങ്കിലോ? കടപ്പുറ ഇളകും, കുത്തിപ്പിടിച്ച് വാങ്ങും. ഡാഡി നിനക്കറിയാമോ? അത് മമ്മിക്ക് അറിയാലോ. മമ്മി നിനക്കറിയാലേ? അത് ഇവനറിയാലോ. ഇവനാരടാ? അത് അവർക്കറിയാലോ. ആർക്ക്? ഡാഡിക്കും മമ്മിക്കും. ഡാഡി മമ്മി ആരടാ? ഇവൻ ആരാണെന്ന് അറിയാതെ അവരാരാന്ന് ചോദിക്കാൻ പറ്റുമോ? ഇവൻ ആരാണെന്നറിയാൻ ഒരു ഐഡിയ. ഇവന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇവനെ തന്നെ കാണിച്ചിട്ട് ഇതാരാണെന്ന് ചോദിച്ചാ പോരെ? അപ്പൊ അവൻ പറയില്ലേ? ഇല്ലേ? ഇല്ലെങ്കിൽ ഫോട്ടോ കളഞ്ഞേക്കാം. വന്നു. ആര്? ബോധം. ഭൂതോ? ഭൂതമല്ല, ബോധം. കണ്ണൂരിൽ ഇരിക്കാട്ടില്ലേ? മോനെ, നീ ജീവിച്ചിരിപ്പുണ്ട്, മരിച്ചിട്ടില്ല. നിന്നെ രക്ഷിച്ചത് ഞാനാ. ഞങ്ങളാ. നീ ധൈര്യമായിട്ടിരിക്കും, ഞങ്ങളുടെ കൂടെ. മോന്റെ വീട് എവിടെയാണ്, നാടെവിടെയാണ്? ഞങ്ങൾ ഇപ്പൊ തന്നെ അറിയിച്ചേക്കാം. ഒന്നും പേടിക്കണ്ട, കാശ് തരാനുള്ളവരുടെ ലിസ്റ്റ് എന്തെങ്കിലും ഉണ്ട്, നമുക്ക് ഉടനെ മേടിക്കാത്. മോന്റെ വീട് എവിടെയാണ്? പറ മോനെ. ഞങ്ങള് പറയണത് മോൻ കേക്കണുണ്ട? ആ, എങ്ങനെ കേക്കാനാണ്? ചെവിയിലൊക്കെ വെള്ളം കയറി അടഞ്ഞു കാണും. കേൾക്കാൻ പറ്റില്ലെങ്കിൽ വർത്താനം പറയാൻ പറ്റില്ലേ? മോനെ, മോൻ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞങ്ങൾ ശത്രുക്കളല്ല, മിത്രങ്ങളാണ്. ഈ ഗ്ലൂക്കോസ് കുപ്പിയാണ് സത്യം. രമണ, അവന്റെ ഊരും പേരും ഒക്കെ ചോദിച്ചു മനസ്സിലാക്കടേ. ആ പിന്നെ, നിന്നെ രക്ഷിച്ച വകയിൽ കിട്ടാനുള്ള 5 ലക്ഷത്തിൽ 2 ലക്ഷം രൂപ ഇന്നലെ കിട്ടണം. ബോധം പോയി. ബോധം പോയാ? പോകുമല്ല. ബോധം വന്നപ്പോ എന്തായിരുന്നു ബഹളം? അത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി നീ ബോധം കെടുത്ത് ഇറങ്ങുന്നത്. എന്താ ചെയ്യാ? ഇനി ബോധം വന്നെ വെയിറ്റ് ചെയ്തി. ഗ്ലൂക്കോസ് പകുതിയായി. എടാ, ഇവൻ ആമ്പറ അടിച്ചിട്ട് പോലെ ഒന്നും പറയുന്നില്ല. എടാ മോനെ, നീ ആരാണ്? എന്താണ്? ഊരും കൂടി എവിടെയാണ്? കാശപ്പ തരും. എത്ര നേരമാണോ ചോദിക്കുന്നു? എന്തെങ്കിലും ഒന്ന് പറയടാ. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ് മുതലാളി. ചതിച്ചോ ദൈവമേ? ഇവൻ ആംഗ്യ ഭാഷ മനസ്സിലാവൂ. ദേ നോക്കിക്കോ. കണ്ട, ഇവൻ ബദിരനും മൂങ്ങനുമാണ്. എടാ, സത്യം പറഞ്ഞു, നിന്റെ വീടെവിടെയാണ്? എന്ത് വീടാ രമണ? ആംഗ്യ ഭാഷ ചോദിക്കും മുതലാളി. എന്നാ ഊരും കൂടി എവിടെയാണ് ആംഗ്യ ഭാഷ ചോദിക്ക്. ആംഗ്യ ഭാഷ ഞാൻ കാണിച്ചു തരാം. എടാ, നിന്റെ ഊരും കുടിയും എവിടെയാണ് നിന്റെ? അയ്യോ, കഞ്ഞി കൊടുത്താ പറയാന്ന്. മൂണുങ്ങ്. നിന്റെ ഊരും കുടി എവിടെയാണ് പറ. അത്തായിട്ട് നിന്റെ ഇനി നീ ഊരണ്ട. ഓക്കെ മോനെ, മോനെ, വീട് നിന്റെ എവിടെയാണ്? മോലാളുടെ വീട് എവിടെയാണെന്ന്? ചുടുകാട്ടിൽ. എനിക്ക് വീടില്ല. ഞാന് കേരളത്തിന് അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള എല്ലാ നാടുകളും ആംഗ്യ ഭാഷ കാണിച്ചു തരാം. ആംഗ്യ ഭാഷയിൽ. ആംഗ്യ ഭാഷയിൽ ജബ. ജബ ഊര്. അതെന്താ മുതലാളി? ഇവിടെ കണ്ണൂരിന്നാണ് ഞാൻ പറഞ്ഞത്, നിനക്ക് മനസ്സിലായില്ലേ? ഇപ്പൊ പറഞ്ഞപ്പോ മനസ്സിലായി. ഈ പൊട്ടന് മനസ്സിലായി, എന്നിട്ട് ഈ ഒറിജിനൽ പൊട്ടന് മനസ്സിലായിട്ടില്ല. കാലടി ചോദിക്കും മുതലാളി. ഇത് ഓക്കെ. കാല് 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 കാല്. ജബ അടി. അയ്യോ, കാലടി കാലടി കാലടി. വെട്ടൂര് ചോദിക്കട്ടടാ, വെട്ടൂര്. വെട്ടൂര് ചോദിക്കട്ടെ, വെട്ടിക്കൊല്ലും പണ്ടാരടക്കാൻ. അവനേത് ഗുദാമെങ്കിലായിട്ട് ഇത് ചോദിക്കട്ടോ. നിനക്കത് പറയാൻ കാശ് പണം എന്റെയാണ്. ഞാൻ കോഴിക്കോട് ചോദിക്കും. മോനെ, മോനെ,
കോഴി 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 ഡാൻസ് അല്ലടാ കോഴി 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 കോട് കോടെങ്ങനെ പറയും അതെ കോച്ചുവാദം വരുമ്പോ കോടുമില്ല ഇങ്ങനെ കോട് കോഴിക്കോട് കോഴിക്കോട് ഓംലെറ്റ് മേടിച്ചു കൊടുക്കാം കോട്ട് ഇതിപ്പോ കിണ്ണം പടയം വെച്ചതുപോലെ ആയല്ലോടാ. ആകപ്പാടെ കടവും കടപ്പടി, കൂട്ടത്തിലൊരു ഉരുപ്പടി, പോരാത്തതിന് കയ്യിലൊരു കുറിപ്പടി. ജുബേ ഒരെണ്ണം തന്നില്ലേ, ഇനി ഇത് മുഷിന് കാണട്ടെ, അപ്പ തരാം. എമ്മക്കെ കയ്യിലുള്ള വോട്ട് പോകാതെ നോക്കട്ടെ. അണ്ണാ കിട്ടിയ എന്താണ് ഒരു സൈഡ് വലിവ്? മുതലാളി വിളിച്ച് വലിച്ചിട്ടല്ലേ? നീ വിളിച്ച് തള്ളല്ലേ? ഓഹോ, അപ്പൊ ഇവരായിരുന്നല്ലേ ഡ്രൈവർ? അവന് വിശക്കണുണ്ടാവും മുതലാളി, പാവം, പറയാനറിയാൻ പാടില്ലല്ല, അതുകൊണ്ടാണ് അവൻ വലിച്ചു കയറ്റിയത്. കൂടുതലൊന്നും വലിച്ചു കയറ്റായിരുന്നാ മതി. അച്ഛനെ 3 ചായ, 1 പാല് കുറച്ച് വിത്തൗട്ട്. അതാർക്കാ മുതലാളി വിത്തൗട്ട്? അതിവന് ഇവിടത്തെ ചായയുടെ രസം പിടിച്ചാലേ അവൻ ദിവസവും ഇങ്ങോട്ട് തള്ളും. ആ പാലും മഞ്ഞ 2 ചായയിലേക്ക് ഇട്ടേക്കട്ടാ. അവിടെ വെച്ചേക്കട, കൈ ഇത്താവും. അല്ല മുതലാളി, എന്താ നമ്മുടെ ഭാവി പരിപാടി? എന്ത് ഭാവി? വർത്തമാനം പറയാത്ത ഈ ഭൂതത്തിന്റെ കയ്യിലാണ് നമ്മുടെ ഭാവി. ചായ എടുക്കാച്ചനെ. വേണ്ട വേണ്ട, ഉത്സയാണെന്ന് പറഞ്ഞ വെള്ളം കൊടുത്തേക്ക്, പൊട്ടനാണ് മനസ്സിലാവൂല. എന്താ ഇതിന് മധുരയില്ലേ? ഇവിടെയൊക്കെ വിത്തൗട്ട് എന്ന് പറഞ്ഞ മധുരം ഉണ്ടാവില്ല. ഓ, നമുക്കിട്ടെന്ന് വെച്ചല്ലേ. ഇതിനാണെങ്കിൽ ഒടുക്കത്ത മധുരോ. ഏതായാലും കുളിച്ച് ഇനി നനഞ്ഞു കയറാം. മുണങ്ങ് ഒരെണ്ണം അവനോടത്തേക്ക്. മുണങ്ങ്. മുതലാളി, അവനെ കാണാനില്ല. കത്തിക്കട. ഇങ്ങോട്ട് പാടാം. തടയണ്ട തടയണ്ട, നീയൊക്കെ ഒരു അശുവാണ്. അകത്തേന്ന് പഞ്ചാബിലോട് ഹിന്ദിയിൽ പറ, ഗംഗാധര മുതലാളിയും രമണനും വന്നേക്കണെന്ന്. ആ പറയാ, കൂടെ ഒരു പൊട്ടനുണ്ടെന്ന് പറ. വേണ്ടി വന്ന ഇവിടുത്തെ സിംഗുമാരായിട്ടൊരു കുസ്തിക്ക് തയ്യാറായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. കുസ്തി പഹൽവാൻ? ആ പഹൽവാൻ അന്തർ ജായി. വോട്ട് ചോദിക്കാൻ പറ്റിയ സമയം. പോകാം. വാ. അങ്ങോട്ടല്ലടാ, ഇങ്ങോട്ട്. സർദാർജി, നമ്മുടെ ബോട്ട്. ബോട്ടോ? എടോ, ഇത് പഞ്ചാബാ, പഞ്ചാബ്. ഇവിടെ ബോട്ടുമില്ല, ബോട്ടിലുമില്ല. പോടാ. എന്റെ ഭായി ചതിക്കരുത്, ഉപജീവനമാ. അതുകൂടി പോയാൽ. കാശ് ചോദിച്ച് ആളെ അയച്ചപ്പോ നീ എന്തൊക്കെയാ പറഞ്ഞത്? ഇത് പഞ്ചാബ് അല്ല, കേരളമാണ്, കടപ്പുറമാണ്, വെലസിയ തട്ടിക്കളയും എന്നൊക്കെ അല്ലടാ. എന്റെ ഭായി, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. നീ പറയും നിനക്കറിയില്ല പഞ്ചാബികളുടെ ശക്തി. നിനക്ക് സാധിക്കുമെങ്കിൽ ഗോതയിലേക്ക് ഇറങ്ങ്, എന്നിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും സിംഗിനെ അടിച്ചു നിലർത്ത്. എന്നാൽ നിന്റെ ബോട്ടിൽ ഞാൻ വെറുതെ തരാം. ഗുഡ് ഐഡിയ മുതലാളി. ഏതെങ്കിലും ഒരു സിംഗിനെ അടിച്ച് തോൽപ്പിക്ക്, ബോട്ടും കൊണ്ട് നമുക്ക് പോകാം. പക്ഷേ ധൈര്യമുണ്ടേ കേരള. ബോട്ട് ഫ്രീ ആയി കിട്ടോ? കിട്ടും. അപ്പൊ കാശോ? നീ ഒറ്റ പൈസ ബാക്കി തരണ്ട, അതും ഫ്രീ. ഇതെന്ത് എന്ത് പറ്റി മുതലാളി? ശരിയാവില്ല, അവൻ ജെട്ടിട്ടിരിക്കുന്നു. അതിന് മുതലാളിക്കെന്താ? ഞാൻ ഇട്ടിട്ടില്ലടാ. ഒരു ബോട്ട് തിരിച്ച് പിടിക്കാൻ വരുമ്പോഴെങ്കിലും ആ ഷഡ് ഇട്ടൂടെ? അത് ഇവിടെടാ. ഇവിടെ ബോട്ടിന്റെ മുകളിൽ ഉണക്കാനിട്ടപ്പോഴാണ് ഒരു ബോട്ട് കൊണ്ടുപോയത്. എന്നാ ആദ്യം അത് ചോദിച്ചാലോ? എന്തു പറ്റി? ധൈര്യം ചോർന്നു പോയോ? ഏയ്, വല്ലതും ചോർന്നു പോയാ തടയാനൊന്നും ഇട്ടിട്ടില്ല എന്ന് പറയായിരുന്നു. ഏയ്, അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇവനൊക്കെ പടക്കുറുപ്പന്മാരുടെ ഫാമിലിയാ. ജഗലുടെ രക്തമെന്ന് പറയുന്നത് ക്ഷത്രിയ രക്തമാ. അങ്ങനെ പറഞ്ഞു കൊടുക്കണ രമണ. അതുകൊണ്ട്
എനിക്ക് വേണ്ടി രമണൻ ഗോദായിലേക്ക് ഇറങ്ങുന്നതാണ്. നീ ക്ഷത്രിയനല്ലേ? സത്യം തന്നെ, പക്ഷേ ഈസിന് പറ്റില്ല. എങ്കിൽ സോണിയായുമായി പിടിക്കട്ടെ. സോണി അതാരി? സോണിയ വന്നാട്ടെ, വന്നോട്ടെ. അരെ സോനിയ ആ ദൈവമേ, ഇവനാ സോണിയ. കാല് മാറിപ്പോയി. സോണിയ പിടിയവനെ. കൊല്ലു കൊല്ലു കൊല്ലേ. പോയി പോട്ട് പോയി. സോണിയ പാടോസ്കോ പാടോ. ഞാനില്ല വേണ്ട. പൽമാൻ ജയിച്ചേ. അവനെ മാത്രം ഒന്നും ചെയ്യരുത്, അവന് ഊമയാണ്. ഇനി ഞങ്ങളെ തല്ലല്ലോ.